എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീപ്രസാദം. ഇന്ന് 24/5/2024 വെള്ളിയാഴ്ച. ഇന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ ഒരു സമ്മാനം കൊടുക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതുവരെ നമുക്ക് യൂട്യൂബിൽ 31 കമൻറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ 19 കമൻറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാര്യം നമ്മളിങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്ത ഇത്രയും പേരുടെ അവരുടെ സമയം, അവരുടെ ആ ഒരു ആകാംക്ഷ എല്ലാം എനിക്ക് ഏറ്റവും വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ 31 പേരും 19 പേരും, അപ്പോൾ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ എനിക്കും കാര്യം സിമ്പിളാണ്. നമ്മളും ഇതങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യുന്നതല്ലെങ്കിലും നമ്മളപ്പോൾ എല്ലാവരുടെയും പേര് എഴുതി കടലാസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ നിമിഷമെത്തി. ഇതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക, അവർക്ക് ഒരു ലാഫിംഗ് ബുദ്ധ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുക. നിറഞ്ഞ സന്തോഷത്തോടു കൂടി, നിറയെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അവരിലേക്ക് നന്മ വരാൻ വേണ്ടിയിട്ടും കൂടി ഞാനത് അയക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിജയിയെ ഞാൻ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയക്കും. അവരപ്പോൾ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസും കാര്യങ്ങൾ അയയ്ക്കുക, സമ്മാനം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ സമ്മാനം കിട്ടാതെ ഉള്ള ആളുകളുണ്ടാവുമല്ലോ, അവരൊരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ സമയം വരും. നമ്മുടെ സമയം വരുമ്പോൾ നമുക്കത് കിട്ടും. എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയം വരുമ്പോൾ നമുക്കത് ലഭിച്ചിരിക്കും. എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടാലും ഒരു ദിനം നമുക്ക് അത്രയും നാളത്തെ സങ്കടങ്ങൾ അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള സന്തോഷം തരാൻ പ്രപഞ്ചശക്തിക്ക് കഴിയും. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ വേണ്ട, ഇത് നമുക്കൊരു നമുക്ക് കൻസാ ബോളിട്ട് ചെയ്യാം. കൻസാ ബോളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇപ്പം ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ, നമ്മുടെ ഒരു മണിനാഥമാണ് അതിൽ നിന്ന് വരുന്നത്. ഇത് വെച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇടുകയാണ്. ഒരാൾ താഴ്ത്തു പോയി. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ആണ് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഇവിടെ നിന്ന് ആദ്യത്തെ ഒരു കാര്യം ആയതുകൊണ്ട് എനിക്കും വളരെയധികം ഞാനും വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. ആർക്കാണ് കിട്ടുന്നത്, ആരാണ് ഭാഗ്യവാൻ? അപ്പോൾ തിരഞ്ഞെടുക്കാൻ കേട്ടോ. ട്രാവൽ മെയ്സ് ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ട്രാവൽ മെയ്സ്. അപ്പോൾ ആളാണ് ഇന്നത്തെ വിജയി. അപ്പോൾ ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ആൾക്ക് ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ആൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ട്രാവൽ മെയ്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ട് വളരെയധികം ഇതിൽ ആഗ്രഹിച്ചിരുന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷത്തെ നമ്മൾ കെടുത്തുന്നില്ല. ഇനിയും ദൈവം സഹായിച്ചാൽ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇതേപോലൊരു ഗിവ് അവേ പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും വേണം. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ആണെങ്കിൽ തന്നെയും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയുക. അപ്പോൾ എല്ലാവരിലേക്കും നന്മ എത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, സന്തോഷം.